ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരുത്തം വന്ന് ഈ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് വന്ന് എന്തൊക്കെയോ പറഞ്ഞെന്നോ അത് പറഞ്ഞ് ശരിയായിരുന്നൊക്കെ മീഡിയ ഈ ചാനലുകാർ അവിടെ ചെന്നിട്ട് ഈ മറ്റേവനുണ്ടല്ലോ ഏതൊരുത്തിനൊരു ഓട്ടോ ഓടിക്കുന്ന മണി കലാമണിയുടെ ഫാനാന്ന് പറഞ്ഞ് നടക്കുക, അന്ന് പൂജാരിയാണെന്ന് പറഞ്ഞ് വരിക, അങ്ങനെയുള്ളവനെയൊക്കെ പോയി ഇൻ്റർവ്യൂ ചെയ്തത് മീഡിയ. ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞവൻ പറഞ്ഞത് കേട്ടത് ഈ പറഞ്ഞ പോലെ വാർത്തയാക്കിയത് മീഡിയ. അത് ഈ പറഞ്ഞ മീഡിയക്കാരൊക്കെ അതിനകത്ത് ഈ നാട്ടുകാരുടെ വായിക്കാത്തോട്ട് കൊണ്ടുവച്ച് ഇവിടെ ഉള്ളവന്മാരെല്ലാം കേട്ടതൊക്കെ ഇതൊക്കെ തന്നെയാണെന്നേ ഉള്ളൂ. അല്ലാതെ അവിടെ വർക്ക് ചെയ്യാൻ വന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമോ അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സോ ഒന്നും ഇതിനൊന്നും അത്രയ്ക്ക് അങ്ങ് വകവെക്കത്തൊന്നുമില്ല. കാരണം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എവിടുന്ന് വന്നൊരാൾ പറയുന്നതും കേട്ട് അവിടെ നിൽക്കത്തൊന്നുമില്ല. അവർ നാട്ടുകാരോടും ചോദിക്കും, എല്ലാവരും ചോദിക്കും. അവരൊരാളോട് മാത്രമേ കേട്ടുള്ളൂ, അയാൾ കാരണമാണ്, അയാളാൽ കഴിയുന്ന രീതിയിൽ അയാൾ എന്ത് ചെയ്യുന്നു പറയുന്നു. മനസ്സിലായില്ല? വെറുതെ ഇരുന്ന് കൊണവണ പറയുമല്ല ചെയ്തേക്കുന്നത്. ആൾ അവിടെ പോയിട്ടുണ്ട്, അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ അവർ പറയുന്നതൊക്കെ ഇയാളും കേട്ടിട്ടുണ്ടാവുമല്ലോ. അവരോടൊപ്പം ചിലപ്പോൾ അവർ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇടപെടാൻ പറ്റും. അതിനൊരാൾ കുറച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മാത്രമേ താല്പര്യമുണ്ട്. ഇതിനെയൊക്കെ മീഡിയ പോയി കവർ ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ് അയാൾ പറഞ്ഞ അത്ര ശരിയായില്ല എന്ന് വന്നപ്പോൾ അവനെന്തോ പുലമ്പുകയാണ്, അവനത് പോരാ എന്നൊക്കെ പറയുക. ഇവന്മാരവിടെ കപ്പലണ്ടി വയ്ക്കാൻ പോയതാ. മനസ്സിലായോ? അവിടെ ചെന്ന് അവിടെ ഉള്ളവൻ്റെ വായി മൈക്കിട്ട് കുത്തി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതും വാർത്തയാക്കി അല്ലെങ്കിൽ അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ മെഴുകി കാശുണ്ടാക്കാൻ പോയ ആൾക്കാർ. അല്ലാതെ അവിടുത്തെ ഈ പറഞ്ഞ പോലെ ദുരന്ത സ്ഥലത്ത് പോയി റെസ്ക്യൂ ഓപ്പറേഷൻ പോയവരല്ല മീഡിയക്കാർ. അപ്പോൾ ഇതിന് പോയ ഒരാളും അതിന് പോയ ഒരാളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അയാൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ബാക്കിയുള്ളവന്മാരെന്തോ ഇപ്പോൾ ചെയ്തത്? ഇവിടുന്ന് വന്ന മിലിറ്ററിയും മറ്റേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമും അതുപോലെ തന്നെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ വന്ന എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെന്തോ ചെയ്തത്? അവന്മാരും ഇതൊക്കെ തന്നെ ചെയ്തത്. അവരുടെ പ്രവൃത്തിയിൽ ഫലമില്ലെന്നുള്ളതാണ്. അല്ലാതെ അവരെന്തെങ്കിലും പറഞ്ഞതിലോ ഒന്നും ഒരു കാര്യമില്ല. ഇവൻ പറഞ്ഞത് തെറ്റായിരിക്കാം, തെറ്റാണ്, ഓക്കെ, അതുവരെ എന്തും പറയും. ഇവിടെ ആയിരുന്നു പറയും, അവിടെ ആണെന്ന് പറയും, ചിലപ്പോൾ ഒരുത്തിന് അപ്പുറത്താന്ന് പറയും. അങ്ങനെ വന്നിട്ട് ഏതെങ്കിലും ഒരുത്തും പറയുന്നത് ശരിയാവുകയാണ്, അതുകൊണ്ട് അവനാണ് ശരി എന്ന് പറയുന്ന പരിപാടിയല്ലിത്. ഇത് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ കൃത്യമായിട്ട് എത്തണം. അത് ആ പറഞ്ഞ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചൊരു സാധനം കണ്ടെത്തി കഴിഞ്ഞാലേ അത് കൃത്യമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഊഹാപോഹം പറയുന്ന ജോത്സ്യൻ ഇങ്ങനെയുള്ള കുറേ വേറും ഒരു കാര്യമില്ലാതെ എവിടെയോ ഒരു മരണം പോലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ദുരന്താവസ്ഥ പോലും മുതലെടുത്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന സ്വന്തം അമ്മയുടെ കൂൾ സീൻ റെക്കോർഡ് ചെയ്ത് പോൺ ഹബിൽ അപ്ലോഡ് ചെയ്യുന്നവനെ പോലെ അതേ ക്യാരക്ടർ അല്ലേ പെങ്ങളുടെ പാൻറ് അടിച്ചുകൊണ്ട് പോകുന്ന ചേട്ടന്മാരോ അനിയന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ക്വാളിറ്റിയുള്ള വെറും നശിച്ചവന്മാർ അവർ പുറത്തിറങ്ങി വേണമെങ്കിൽ പറഞ്ഞ പോലെ ആരെയൊക്കെയാണ് പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ ചെയ്താൽ കുറ്റം പറയുക, അവരെ തല്ലാനൊക്കെ പോകും. അവൻ്റെ കയ്യിലിരിപ്പിതായിരിക്കും. അപ്പോൾ എന്താണേലും ആ ഒരു നിലവാരമേ അതിനുള്ളൂ. വേറൊരു സാധനം ഏതോ ഒരു വാർത്താ ചാനലിൽ വന്നതാണ്. ഇതെങ്ങനെയുണ്ട്? പ്രതീക്ഷ കൊടുക്കുകയാണ്. പ്രതീക്ഷ അങ്ങ് കൊടുത്തിട്ട് എന്താ ഇങ്ങനെ ചെയ്യുന്നേ? തെരച്ചിൽ തുടരുന്നു, സുരക്ഷിതൻ എന്ന് എഴുതിയിട്ട് ചെറിയ ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് പെട്ടെന്ന് കണ്ടാൽ എല്ലാവരും ഓർക്കും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്ഥാനത്തെ ക്ലിക്ക് ചെയ്യണം. അതൊരു ഞാനീ പറഞ്ഞ പോലത്തെ അമ്മയും പെങ്ങളെയൊക്കെ കൂട്ടിക്കൊടുത്തിട്ട് അല്ലെങ്കിൽ എല്ലാം വേണ്ട അങ്ങ് ഭോഗിച്ച് കാമം തീർക്കാൻ ഉള്ളൊരു മനസ്സുള്ള മനുഷ്യനെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് എഴുതിയത് ആരായാലും അയാളൊന്ന് സ്വയം പരിശോധിക്കുന്നതല്ലതാണ്. കാരണം ഇങ്ങനൊരു അവസരമാണ്, ഇങ്ങനൊരു അവസ്ഥയാണ് എനിക്ക് വന്നാലും എൻ്റെ കുടുംബത്തിന് വന്നാലും എന്താണ് നീ ചിന്തിക്കുന്നില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ നിൻ്റെ പ്രവൃത്തിക്ക് ഇങ്ങനൊരു കുഴപ്പമുണ്ട്. ഇങ്ങനത്തെ ടൈറ്റിൽ എഴുതരുത്. ഇത് കച്ചവടമല്ല, ഇതൊരു എന്ത് പറയുക, ഇതല്ലേ ഇങ്ങനെ കാണുന്നത്? ഒരാളുടെ മരണം കച്ചവടം ആഘോഷമാക്കി മാറ്റാൻ എങ്ങനെ തോന്നുന്നു? അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായപ്പോൾ അതിനെപ്പറ്റി ഒരു വാർത്ത ചെയ്യാനല്ലേ ശ്രമിക്കുന്നുള്ളൂ. അല്ലാതെ അവിടെ കയറി കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഡയലോഗ് എഴുതി ചെറിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നിങ്ങളെന്താ മത്സരിക്കാൻ ഇറങ്ങിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്? ഇത് എവിടെയെല്ലാം ചെന്ന് കാണിക്കുന്നുണ്ട്. മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഈ ജേർണലിസ്റ്റൊക്കെ പഠിച്ചതല്ലേ ഇത്രയും തരം താന്ന് പോയത് എങ്ങനെയാണ്? ഇതിലും ഭേദം ഞാൻ പറഞ്ഞ പോലെ നിന്റെ അമ്മയുടെ കുളിസീൻ എടുത്തിട്ട് റെക്കോർഡ് ചെയ്ത് നീ ആ ഫോൺ ഹബിൽ കൊണ്ട് അപ്ലോഡ് ചെയ്ത് കൂടുതൽ പൈസ കിട്ടും. ഞാൻ വെറുതെ പറയല്ല. അല്ലെ നിന്റെ തന്തയും തള്ളയും കൂടി എടുത്തിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് മറിയേ, നീ അത് ഷൂട്ട് ചെയ്ത് നിനക്ക് പറ്റും. നീ അത് നല്ല ടൈറ്റിലൊക്കെ അടിച്ചിടും. മനസ്സിലായോ? ഇങ്ങനത്തെ ടൈറ്റിൽ ഇടുന്നവന്മാരോടാണ് ഞാൻ പറയുന്നത്. നീ നല്ല ടൈറ്റിലൊക്കെ ഇട്ട് നല്ല കളർഫുൾ ആക്കി നിന്റെ തന്തയുടെയും തള്ളയുടെയും കൂടെ തുണ്ടെടുക്ക്, എന്നിട്ട് അതുകൊണ്ട് പബ്ലിഷ് ചെയ്യും. അപ്പം നിനക്ക് കിട്ടും. ഇതിൽ കൂടുതൽ പൈസ കിട്ടും. ഈ സെയിം പണിയാ. അത് മനസ്സിലാവാത്തോണ്ടാ നിങ്ങൾക്ക്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതങ്ങ് ചെയ്. പിന്നൊരു പരിപാടിയായിരുന്നു ആ പെണ്ണ് ഈ മരിച്ചു പോയെന്ന് പറയാനായിട്ടില്ല എങ്കിൽ പോലും ഈ കാണാതായ ആളുടെ അമ്മയുടെ ചെവിയിൽ ആരാന്നറിയത്തില്ല സ്ത്രീ അവർ എന്ന് കാര്യം പറയാം എന്തോ പറഞ്ഞു. ഉടനെ അതിങ്ങനെ റെക്കോർഡ് ചെയ്തിരിക്കുക, പറ എന്തെങ്കിലും ഉണ്ടോ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തുന്നുണ്ട്. എന്നിട്ട് അതൊരു നെഗറ്റീവ് ആകുന്ന രീതിയിൽ അവർ ചെവി പറഞ്ഞത് പട്ടാളത്തെ പോകും എനിക്ക് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഈ ഗ്യാപ്പിലാന്ന് ഓർത്തണം. അത് കുറേ പേര് അതിനകത്ത് കയറി ഒരു സാമൂഹ്യ നന്മ ചെയ്തു. അതിനകത്ത് അവർ പറയുന്നു പട്ടാളത്തെ കുറ്റം പറയാൻ പറഞ്ഞെന്ന്. അവരതല്ല പറയുന്നത്. അവരെന്ത് പറഞ്ഞാൽ എന്താ? ഇവന്മാരുടെ പ്രശ്നം അതാണ്. ഇവിടെ നടന്നേക്കുന്ന ഇഷ്യൂ അതല്ലല്ലോ.
ആ സ്ഥിതിക്ക് പറഞ്ഞാൽ അതിനിടയ്ക്ക് അത് ചെയ്തവന്മാരുണ്ടല്ലോ, അവരിതുപോലെ തന്നെ സെയിം. അവനൊക്കെ അമ്മയുടെ അണ്ടർവെയറോ പെങ്ങളുടെ അണ്ടർവെയറോ കഴിച്ചുകൊണ്ട് പോയിട്ട് ഭോഗിക്കാൻ ശ്രമിക്കുന്നവർ, സ്വയംഭോഗം ചെയ്യുന്നവർ. അതും ഇതും തമ്മിൽ നീ അങ്ങനെ ചെയ്തിരുന്നത് നിന്റെ കഴപ്പങ്ങ് മാറിയാൻ. നിന്റെ കഴപ്പ് ഇപ്പം മാറുന്നില്ല, ഇപ്പം ചെറിയ തോതിലൊക്കെ ഒരു കഴപ്പ് കുറഞ്ഞില്ല നിനക്ക് ഇത് പറഞ്ഞപ്പോൾ. അതും ഇതും സെയിമാണ്. നീ പുറത്തുള്ളവരെ പറ്റി പറയണം. നിന്റെ വീട്ടിൽ തന്നെ ഇല്ലേടാ, ഓരോന്ന് എടുത്തോണ്ട് പോയി അവിടെ എങ്ങാനും മാറി ഇരുന്ന് അങ്ങനെയൊക്കെ ചെയ്യും. നിന്റെ സ്വഭാവം ശരിക്കും അതാ, മനസ്സിലായോ? അതിനെ അങ്ങനെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യാമെങ്കിൽ ബാക്കിയുള്ള ഇതുപോലത്തെ അവസരങ്ങളൊന്നും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. സ്വന്തം തള്ളയും പെങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വല്ല ആരെങ്കിലും കാണുമല്ലോ, അനിയത്തിയോ ആരും ആയിക്കോട്ടെ, നിനക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നീ അതങ്ങ് ചെയ്യും. അല്ലേ ഇപ്പം നൈസായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കാശുണ്ടാക്കാം. മറ്റൊരു കാശുണ്ടാക്കാനല്ല കേട്ടോ അവൻ ചെയ്തേക്കുന്നത്. ഈ കുത്തിത്തിരിപ്പ് വിടുന്നവൻ്റെ പരിപാടി പൈസ ഉണ്ടാക്കലല്ല, കഴപ്പ് മാറ്റലാണ്. അത് അവൻ ആ കഴപ്പ് മാറാത്തത് അതുകൊണ്ട് തന്നെയാണ്. അവൻ ഇതൊക്കെ അവൻ അങ്ങോട്ട് എടുക്കാൻ കിട്ടുന്നില്ല. നീ എന്ത് ചെയ്യും? അപ്പം അതൊക്കെ പെങ്ങളുടെ അടുത്ത് പോയി നിൽക്കുക, അല്ലെ അമ്മയുടെ അടുത്തോട്ട് പോയി നിൽക്കും, ചേർന്ന് നിൽക്കുക. പോയി അമ്മയ്ക്ക് മനസ്സിലാകത്തില്ലായിരിക്കും, എന്നാലും കുഴപ്പമില്ല, അടുത്ത് പോയി നിൽക്കും. നിന്റെ കഴപ്പ് മാറട്ടെ. ഇതുപോലത്തെ കുറേ എണ്ണം ഇറങ്ങിയേക്കുന്നു മൈരന്മാർ. ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതിന് വൃത്തിയായിട്ട് പണിയാണെന്ന് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്ത? അങ്ങനെ അതിലും ഭേദം മറ്റേതാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ പൈസ കിട്ടും. പിന്നെ ഇങ്ങനെയൊക്കെ എഴുതുന്നവൻ്റെ തള്ളയുണ്ടല്ലോ, അവൾ നിന്ന് കൊടുക്കാൻ സാധ്യത ഉള്ളവളാണ്, മനസ്സിലായോ? അവൻ്റെ പെങ്ങൾക്കും പറ്റും. അവളോടൊന്ന് പറഞ്ഞാൽ മതി. നീ അവൾ തുണിയും പറിച്ച് വന്ന് നിൽക്കും ക്യാമറയുടെ മുന്നിൽ. നല്ല ടൈറ്റിൽ അടിച്ചങ്ങ് വിടണം പ്രതീക്ഷയോടെ. നല്ല ടൈറ്റിൽ. എനിക്കറിയത്തില്ല എങ്ങനെ ടൈറ്റിൽ അടിക്കുന്നത്. ഇങ്ങനെയൊന്നും എൻ്റെ വീഡിയോയ്ക്ക് ഒന്നും ടൈറ്റിലൊക്കെ കണക്കാം, തമ്മിലും ഇല്ല. പക്ഷെ നിനക്ക് പറ്റൂടാ. നിന്നെപ്പോലത്തെ അവന്മാർ ഇനിയുണ്ട്. നീ ഒരാളല്ല, ഇതുപോലെ കുറേ പേരുണ്ട് ഇങ്ങനെ ഓരോന്ന് അടിച്ചു വിട്ട് ജീവിക്കുക, ഓരോ കുത്തിത്തിരിപ്പും പറഞ്ഞ്. ആ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത്, അല്ല അതിനകത്തും നീ എന്ത് ശമ്പളം കൊണ്ട് നീ എന്ത് തിന്നാലും തീറ്റിച്ചാലും അതിനേക്കാൾ കൂടുതൽ തിന്നാനും അതിനേക്കാൾ കൂടുതൽ തീറ്റിക്കാനും പറ്റും. അതാകുമ്പോൾ നിന്റെ പെങ്ങൾ ഫേമസ് ആവുകയും ചെയ്യില്ല, നിന്റെ അമ്മ ഫേമസ് ആവും. ഇനി അമ്മയും പെങ്ങളും അല്ലെ ഈ നിന്റെ തള്ളയും കൂടെ ഉള്ളതാണെങ്കിലും, ഇനി തള്ളയും മോളൂടെ ഉള്ളത് എടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ഹിറ്റ് ആയിരിക്കും. നീ ഓഡിയേഷനാവും. അതാ കുറച്ചുകൂടി നല്ലത്. ഇതിലും നല്ലത് അതാണ്. നിനക്ക് കാശ് കിട്ടണമെന്നല്ലേ ഉള്ളടാ, അല്ലേ? ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ സീനിനകത്ത് അവർ കുടുംബത്തോട് ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരായതുകൊണ്ട് അവരുടെ അമ്മയെ പെങ്ങളൊക്കെ സമ്മതിക്കുമായിരിക്കും. ചിലപ്പോൾ ഉറപ്പായിട്ട് സമ്മതിക്കൂടാ. ഈ കാശ് കിട്ടുന്ന പരിപാടിയല്ലേ. ഇതൊന്നും ചെയ്തിട്ട് നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അവരില്ലേ? ഈ തെണ്ടിത്തരം നീ കാണിച്ചിട്ട്, അല്ലെ നീ ഇങ്ങനത്തെ കുത്തിത്തിരിപ്പ് വർത്താനം ഉണ്ടാക്കി, അല്ലെ ഇങ്ങനത്തെ തൊലിഞ്ഞ പണികൾ എന്നും ചെയ്തിട്ട് ഇനി മരണ വീട്ടിൽ പോയി വായിക്കാത്ത കുത്തണം. അപ്പോൾ ബന്ധുക്കളുടെ അമ്മയുടെയൊക്കെ അതൊക്കെ വായിക്കാത്തോട്ട് ഇങ്ങനെ കുത്തും മയക്കി കൊണ്ടുപോയി. അത്രയും തെണ്ടിത്തരം ചെയ്യുമ്പോൾ അത് പൈസ ഉണ്ടാക്കാൻ മാത്രം ചെയ്തു. അതിന് നിന്റെ അമ്മയോ നിന്റെ ആരെങ്കിലും വന്ന് നിന്നോട് പറഞ്ഞോ അത് ശരിയല്ല മോനെ, അത് ചെയ്യണ്ടായിരുന്നു എന്ന്? അങ്ങനെ പറയത്തില്ല. അവർക്ക് നിന്റെ കാശ് കിട്ടിയല്ല, അവർക്ക് കാശ് കിട്ടിയാൽ നിന്റെ കാര്യം നല്ല എങ്ങനെയും കാശ് കിട്ടി ആരുടെ നെഞ്ചത്ത് കയറിയിട്ടാണെങ്കിലും പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ അതങ്ങനെ മിണുങ്ങുന്ന ഒരു കുടുംബമില്ലേ? അവരിതിനൊക്കെ നിന്ന് തരും. അവരോട് പറഞ്ഞാൽ മതി, ഇത് കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ്. അമ്മ അങ്ങോട്ട് നീങ്ങി നിൽക്കുക, അമ്മ കുളിക്കുക, ഞാൻ ഈ ജനലിനകത്തോട് വന്ന് എടുക്കുന്ന പോലെ കാണിക്കാം, നമുക്ക് പറ്റിക്കാം, അതാകുമ്പോൾ ഞാനാന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കടാ നിന്റെ തള്ളയോട്. അവൾ നിന്ന് കുളിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിനക്കൊക്കെ ഇങ്ങനെയല്ലെന്ന് പറഞ്ഞ് എത്രാമത്തെ പ്രാവശ്യം ഇത് കാണുന്നത്? എനിക്കറിയാം ഇത് ഏതൊക്കെ സംഭവങ്ങളാണ് നടന്നേക്കുന്നത്. നിനക്കൊക്കെ എവിടെന്നാണ് നീയൊക്കെ പഠിച്ചത്? ഇത് ഉളുപ്പുണ്ടോ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാൻ? സുരക്ഷിതൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്. അതിനാണ് എന്താ പറയേണ്ടതെന്ന് എനിക്കത് താ പണിയാ കാണിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇമാതിരി പണി ചെയ്യരുത്. കളിയാക്കുന്നോടാ പോയി. ആ ടൈറ്റിൽ അങ്ങോട്ട് അടിച്ചപ്പോൾ കിട്ടിയൊരു സുഖം ഉണ്ടല്ലോ നിനക്ക്. അത് കഴിഞ്ഞാൽ നീ ഇതിനകത്ത് റീച്ച് കൂടിയത് കണ്ട് എല്ലാവരും പറഞ്ഞു ചെന്നിട്ട് ഞാൻ അടിച്ച ടൈറ്റിലിന് റീച്ച് കിട്ടിയെന്ന്. കിട്ടുന്ന നക്കാപ്പിച്ചല്ലേ ഇതിന്? ഇത്രയും തൊലിഞ്ഞ പണി കാണിക്കുന്നത് നക്കാപ്പിച്ച് കിട്ടത്തില്ലടാ. അല്ല നീ പെണ്ണാണോ ഇത് ചെയ്തത്? ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പുറകെ ഇരിക്കുന്നവൻ ആരായാലും, ഇനി പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇതേപോലത്തെ വീഡിയോ എടുക്ക്, എന്നിട്ട് ബോൺസൈഡിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. കേരള മദർ ആൻഡ് സൺ ഹാവിങ് ഫണ്ണെന്ന്. ഇതിൽ കൂടുതൽ കാശ് കിട്ടും, ഭയങ്കര സൂപ്പറായിട്ട് ജീവിച്ചു പോകും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല അത് തെറ്റൊന്നുമല്ല. പക്ഷേ ഇതിലും നല്ല പണി എന്നുള്ള രീതി പറഞ്ഞതല്ല, അല്ല അത്ര മോശമാണ് അത്ര അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ട് പറയുന്നതല്ല കേട്ടോ. ഇതേ ക്വാളിറ്റി ഉള്ള ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു പണി എന്നാണ് പറയുന്നത്. നിന്നെക്കൊണ്ട് അതൊക്കെ പറ്റും, എന്നെ കൊണ്ട് പറ്റത്തില്ല, ചില പലരെ കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെ ടൈറ്റിൽ അടിക്കാൻ. അത് പറഞ്ഞാൽ നിനക്ക് നിന്റെ അമ്മയുടെ കാലത്ത് ഇതിനൊക്കെ പിടിച്ചിട്ട് വേണേൽ പബ്ലിഷ് ചെയ്ത് കൂടുതൽ കാശ് കിട്ടത്തില്ലേ? ഞാനൊരു കുറച്ചുകൂടി കൊള്ളാമെന്നൊരു മേഖല പറഞ്ഞു തരുവാ. നിനക്കതൊക്കെ ഇത് പെണ്ണാണെങ്കിൽ നിന്റെ ഈ പറഞ്ഞ തള്ളയുണ്ടെങ്കിൽ തള്ളയുടെ പിടി സൂപ്പറായിരിക്കും. അല്ലാതെ മരിച്ച് ഒരു മനുഷ്യൻ മരിച്ച് കിടക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു കുടുംബം മൊത്തം അയാളെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ അയാളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ സ്നേഹമുള്ളവരോ ആരെങ്കിലും ഒക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പ്രതീക്ഷയൊക്കെ നശിച്ച് കാണും. അവർക്ക് പല രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുമായിരിക്കത്തില്ല. അവരുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ടോ? ഒരു 5 മിനിറ്റ് എന്തെങ്കിലും 10 മിനിറ്റോ വല്ലവരും കാണാതായാലുണ്ടാകുന്ന ടെൻഷൻ അറിയാമല്ലോ. ഇപ്പോൾ മരിച്ചോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക. മരിക്കാനാണ് സാധ്യത. ഞാൻ അങ്ങനെ പ്രതീക്ഷ ആവശ്യമില്ലാതെ എടുക്കുന്ന ആളല്ല. ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് ഒട്ടും സെൻറ്റിമെൻസോ ഇമോഷനോ കലങ്ങാതെ ഞാൻ സംസാരിക്കും. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയും ഒരു ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ പോയി. വെള്ളത്തിനകത്ത് വീണിരുന്നെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ആൾ മരിച്ചു പോകും. മണ്ണിനടിയിലാണെങ്കിൽ പട്ടറി കിടന്ന് ഒരു 3 ദിവസമോ 4 ദിവസം കഴിയുമ്പോൾ ആൾ മരിച്ചു പോകും. ശ്വാസം കൂടെ കിട്ടാത്ത അവസ്ഥയാണ്. പിന്നെ 5 മിനിറ്റേ ഉള്ളൂ. ആളുടെ ഞാൻ പറഞ്ഞ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുക്കുമ്പോൾ അയാൾ ആക്സിഡന്റ് സമയത്ത് തന്നെ മരിച്ചു കാണാനാണ് സാധ്യത.
അത് കഴിഞ്ഞ് ഇവർ കാണിക്കുന്ന ഡ്രാമയൊക്കെ ഇങ്ങനെ ഇട്ട് ഈ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരുടെ വ്യഗ്രതയെ കാണുന്നത്. എങ്ങനെയും കാശുണ്ടാക്കുക, വേറെ പല വാർത്തകളും വിട്ടിട്ട് ഈസി ആയിട്ട് കിടന്ന് ഞൊളപ്പിച്ച് ഇവിടുത്തെ നാറികളോ പ്രാർത്ഥനയോടെ ആമി എന്നൊക്കെ പറഞ്ഞടിക്കുന്ന ഈ നശിച്ചവന്മാരെ എന്റർടൈൻ ചെയ്യാൻ നശിച്ചവന്മാരുടേതായ രീതിയിൽ അവതരിപ്പിക്കുന്ന പരിപാടി. അത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കാണാൻ വരുന്നത്. വേറെ വാർത്ത, ചില വാർത്തകൾ ശരിയാ, ചിലതൊക്കെ ഇത് കാണിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ഇലക്ഷനൊക്കെ സമയത്ത് എന്തൊക്കെ കിടന്ന് കാണിച്ച്. അതുപോലത്തെ ഏരിയ അല്ലല്ലോ ഇത്. ഈ ഏരിയ അങ്ങനെയാണെന്ന് അങ്ങനെ ആക്കി തീർക്കുക. അത് കണ്ടിട്ട് ഇതുപോലത്തെ പാവങ്ങൾ കിടന്ന് എന്തോ ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ശരി തന്നെ. പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാനാണ് സാധ്യത. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് കമന്റ് ചെയ്ത് ഈ തെണ്ടിത്തരം കാണുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്നെങ്കിലും പറ. അല്ല ഇത് ഓടി ഈ നശിച്ചവന്മാർക്ക്. എടാ നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്തുവാന്ന്? സെയിം പണിയാണ്, ഇതിൽ കൂടുതൽ പൈസ കിട്ടുന്ന വേറൊരു പണിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അത് ഇഷ്ടമല്ലാത്തവർ കാണും. എത്തിക്കൽ ഒരു സാധനം ഇല്ല അതിനകത്ത്, എത്തിക്സ് കുറവാണ്. അതിൻ്റെ സെയിം പണി എത്തിക്സ് എന്താണേലും ഇല്ല. ഒരു മാന്യതയില്ല, അഭിമാനം ഇല്ല, അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി ഇല്ല, ഒന്നും ഇല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതാകുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി എന്റർടൈനിങ് ആണ് ശരിക്കും കേട്ടോ. ആരുടെയും മരണത്തെ ഒന്നുമല്ലല്ലോ നമ്മൾ വിൽക്കുന്നത്, നമ്മൾ നമ്മുടെ അമ്മയെ പെങ്ങളെയൊക്കെയാണ് വിൽക്കുന്നത്. അതിനെന്നാ അല്ലേ? അങ്ങനെ ചിന്തിക്കണം കേട്ടോ. ഇനി മുതൽ ഓരോന്ന് എടുക്കുമ്പോൾ ഓരോരുത്തർ ചിന്തിക്കും.